അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അഖീദയിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യം 1. ഉത്തരം എഴുതാം. 1. അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതാം. അതിൻ്റെ ഉത്തരം 1. അവൻ ഒരുവനാണ്. ആര്? അല്ലാഹു ഒരുവനാകുന്നു. 2. അവന് ഒരു കൂട്ടുകാരുമില്ല. 3. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. 2. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. 3. നമുക്ക് പരിധിയുണ്ട്. എന്തിനെല്ലാം? എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് പരിധിയുള്ളത്? അറിവിനും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വാസപരമായ കാര്യങ്ങൾ എത്ര? ഉത്തരം 6 ആകുന്നു. 5. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. എന്താണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറയല്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും ആരാണ്? ഉത്തരം അല്ലാഹു. അടുത്ത ചോദ്യം, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും ആണ് ആര്? ഉത്തരം അല്ലാഹു. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അല്ലാഹു എന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് 4 കള്ളികൾ തരും. അതിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ എഴുതാനാണ്. അപ്പോൾ അല്ലാഹു ഒരുവനാണ്, കൂട്ടുകാരില്ലാത്തവനാണ്, ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, ആദ്യവും അവസാനവും ഇല്ലാത്തവൻ. ഇതൊക്കെ ആരാണ്? അല്ലാഹു ആണ്. ഇത് നന്നായിട്ട് എഴുതാൻ പഠിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പാഠഭാഗത്തുള്ളൊരു പദ്യമാണ്. ഈമാനിന ബില്ലാഹി വൽ മലായിക വൽ കുത്തുബി വർ റുസുലി വയോമി തഹ്ലുക വൽ ഖദരി ഹൈറിഹി വ ഷർറിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. പൂരിപ്പിക്കുക എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ പദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, മലക്കുകളുടെ വിശേഷണങ്ങൾ. ഉത്തരം, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും. ഇത് 2 എണ്ണം വീതം എഴുതാമെന്ന ചോദ്യത്തിന് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വരച്ച് യോജിപ്പിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് തന്നിട്ടുണ്ട്. അവരുടെ ജോലി അപ്പുറത്തെ സൈഡിലും തന്നിട്ടുണ്ട്. നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാനാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? വഹിയെ എത്തിച്ചു കൊടുക്കുക. നബിമാർക്കൊക്കെ വഹി എത്തിച്ചു കൊടുക്കുക. മുൻകർ അലൈഹിസ്സലാമിൻ്റെ ജോലിയോ? ഖബറിൽ ചോദ്യം ചെയ്യൽ. റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെത് സ്വർഗം കാക്കൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതൽ. അടുത്തത് നമ്മുടെ പാഠഭാഗത്തിലുള്ള ഒരു പദ്യമാണ്. ഈ പദ്യവും കാണാതെ പഠിക്കണം. തഫ്സീലു അശ്രിൻ മിൻഹും ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റാഈലു മുൻകർ നകീറും വറകീബും വകദാ അതീദു മാലികു വറിദ്വാനുൻ ഹുദാ. അടുത്ത ക്വസ്റ്റ്യൻ, മലക്കുകൾ ആരാകുന്നു? ഉത്തരം, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ.
2 മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതാം. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താണ്? നരകം കാക്കൽ. നരകത്തെ കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹിസ്സലാം. അടുത്തത് പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും നമുക്ക് പഠിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ്? അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. 2 മീകായിൽ അലൈഹിസ്സലാം ഇടി, മിന്ന്, കാറ്റ്, മഴ, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ. 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. 4 അസ്രായീൽ അലൈഹിസ്സലാം. അവരുടെ ജോലി റൂഹുകളെ പിടിക്കൽ. മനുഷ്യരുടെ റൂഹിനെ പിടിക്കുന്ന ആളാണ് അസ്രായീൽ അലൈഹിസ്സലാം. 5ഉം 6ഉം ആരാണ്? മുൻകർ, നക്കീർ. അവർ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യും. നമ്മൾ മരിച്ചു ചെന്നാൽ ഖബറിൽ നിന്ന് നമ്മളോട് ചോദ്യം ചോദിക്കും. അവരാണ് മുൻകർ, നക്കീർ. 7, 8 റഖീബ് അതീദ് അലൈഹിസ്സലാം. അവർ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം അപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ മലക്കുകളാണ് റഖീബ് അതീദ് അലൈഹിസ്സലാം. 9 മാലിക് അലൈഹിസ്സലാം നരകം കാക്കുന്ന മലക്ക്. 10 റിൽവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കുന്ന മലക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരായ നാം ഡാഷ് സൃഷ്ടികളാണ്? ഉത്തരം ഉത്തമരായ സൃഷ്ടികളാണ്. 2 ഇഹപര വിജയമാണത് ഏത്? ഉത്തരം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകണം? ഇഹപര വിജയമാവണം. അടുത്ത ക്വസ്റ്റ്യൻ, കിതാബുകൾ എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത് ഏവ? ഉത്തരം കിതാബുകൾ. ഡാഷ് കിതാബുകളും ഡാഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്? ഉത്തരം 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. 1 അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര? ഉത്തരം 4 കിതാബുകൾ. 2 നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? ഉത്തരം ഇഹപര വിജയം. 3 ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ഉത്തരം ജീവിതത്തിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും അനിവാര്യമാണ്. 2 കണ്ടെത്താം. 1 ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര? ഉത്തരം 10. 2 സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ഉത്തരം ദാവൂദ് നബി അലൈഹിസ്സലാം. 3 ശീസ് നബിക്ക് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു? ഉത്തരം 50. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക പൂർത്തിയാക്കാം. ഫസ്റ്റത്തെ കള്ളിയിൽ നബിമാരുടെ പേര്, രണ്ടാമത്തതിൽ കിതാബ്, മൂന്നാമത്തതിൽ അവയുടെ ഭാഷ എന്നിങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ആദ്യം നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നോക്കാം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കിതാബിൻ്റെ പേരാണ് തൗറാത്ത്. അതിൻ്റെ ഭാഷ ഇബ്രാനി. ദാവൂദ് അലൈഹിസ്സലാമിൻ്റെത് സബൂർ. അതിൻ്റെ ഭാഷ യൂനാനി. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കിതാബിൻ്റെ പേരാണ് ഇഞ്ചീൽ. അതിൻ്റെ ഭാഷ സുറിയാനി. അവസാനത്തത് മുഹമ്മദ് നബി അലൈഹിസ്സലാം. അത് നമ്മുടെ നബിയാണല്ലേ. മുഹമ്മദ് നബിയുടെ കിതാബാണ് ഖുർആൻ.
ഫുർഖാനുൽ അലീം. അതിൻ്റെ ഭാഷയാണ് അറബി. ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്. അടുത്തത് ഉത്തരം എഴുതാം. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത്? ഉത്തരം പരിശുദ്ധ ഖുർആൻ. 2. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട്? ഉത്തരം 23 വർഷം കൊണ്ട്. 3. ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് ഖുർആൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. ഉത്തരം ഖുർആനിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല, ശുദ്ധി കൂടാതെ തൊടാനോ ചുമക്കാനോ പാടില്ല, ഖുർആനിൻ്റെ നേരെ കാൽ നീട്ടാൻ പാടില്ല, വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഖുർആൻ വെക്കാൻ പാടില്ല. അടുത്തത് പൂരിപ്പിച്ചു സാരം എഴുതാം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് പൂരിപ്പിക്കാൻ വരുന്നതാണ്. അതിൻ്റെ അർത്ഥം എഴുതാനും ചോദിക്കും. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഖുർആൻ ഇറക്കപ്പെട്ടു ആർക്ക്? ഉത്തരം നമ്മുടെ നബി തങ്ങൾക്ക്. 3ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് അഖീദയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എല്ലാവരും വീണ്ടും വീഡിയോ കേട്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.